തിരുവനന്തപുരം മാറ്റുകാൽ വാർഡിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. ബി.ജെ.പി. കൗൺസിലറുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകളോളം റോഡ് ഉപരോധിച്ചതിന് പിന്നാലെയാണ് നടപടി. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലമാണ് കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയത്. തിരുവനന്തപുരം നഗരത്തിലെ ആറ്റുകാൽ വാർഡിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ജലവിതരണം മുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടതോടെയാണ് നട്ടുച്ച വെയിലത്ത് പോലും റോഡ് ഉപരോധിക്കാൻ നാട്ടുകാർ നിർബന്ധിതരായത്. കൗൺസിലറുടെ നേതൃത്വത്തിൽ ആറ്റുകാൽ വാർഡിലെ പുത്തൻകോട്ട വട്ടവിള നിവാസികളാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. നിങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്ക് പൈപ്പ് പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എപ്പോഴും ഉള്ളതാണ്. അവിടുത്തെ പരിശോധനയ്ക്ക് ആൾ വരുമ്പോഴത്തേക്ക് പതുക്കെ പൈപ്പ് തുറന്നു വിടും. അവർ പോയി വെള്ളമില്ല. എന്റെ വീട്ടിലും അവിടെ വെള്ളമില്ല, വെള്ളം വേണില്ല. അതുകൊണ്ട് ആ വീട്ടിൽ വെള്ളം വേണില്ല. ഇതിപ്പോ കയറി വരുമ്പം വരുമായിരിക്കും, അത്രേ ഉള്ളൂ. പലതവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കൗൺസിലർ പറഞ്ഞു. അതെ, എരിയുന്ന ചൂടത്ത് പോലും, കാരണം ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഇവിടെ ഉള്ളവരെല്ലാവരും കണ്ണിച്ചോരയില്ലാതെയാണ് ഇവിടെ ഉള്ളവരോട്. ഞങ്ങൾ എത്ര ദിവസം കൊണ്ട് ഒക്കെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് ഇന്ന് വരെ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 3ഓളം ലെറ്ററുകൾ അവർക്ക് ഞാൻ കൈമാറിയിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും AEമാർക്കും. ഇതുവരെ അവർ തിരിഞ്ഞു. അവർ വളരെ നിസ്സാരമായിട്ടാണ് ഇന്ന് നോക്കാം നാളെ നോക്കാമെന്ന് പറയണേ. ആ പൈപ്പുകൾ തുറന്നു നോക്കൂ, ഈ ഓരോ കുട്ടികളും വെള്ളമില്ലാതെ കഷ്ടപ്പെടുവാണ്. വിവരമറിഞ്ഞ് സ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും സമരക്കാരെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ദൃഢനിശ്ചയം എടുത്തതോടെ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ എത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചതിനു ശേഷമാണ് ഉപരോധം അവസാനിച്ചത്. എന്താണ് ഇതിന്റെ പെർമനന്റ് സൊല്യൂഷൻ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നൊരു കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് ഇനി പിന്മാറുകയുള്ളൂ. ഇങ്ങനെ കബളിപ്പിച്ച് പ്രതിഷേധിക്കുമ്പം നമുക്ക് ഒരു ദിവസം വെള്ളം തരുന്നു, പിന്നീട് നിരന്തരം ഒരു 7-8 ദിവസം വെള്ളം തരാതിരിക്കുന്നു. ഇതിവിടെ പറ്റത്തില്ല, ഇനി ഇവിടെ പറ്റത്തില്ല ഇങ്ങനെ. അതേസമയം താൽക്കാലിക നടപടിയിൽ ആശ്വാസമുണ്ടായെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചത്. ഈ ഒരു പ്രതിഷേധത്തിന് താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. നാളെ രാവിലെ 11 മണി വരെ കുടിവെള്ളം വിതരണം മുടങ്ങില്ല എന്നുള്ളൊരു ഉറപ്പാണ് വാട്ടർ അതോറിറ്റി നൽകിയിരിക്കുന്നത്. ഈ ഉറപ്പിന്മേലാണ് ഇപ്പോൾ നാട്ടുകാരും കൗൺസിലറും അടങ്ങുന്നവർ ഈ പ്രതിഷേധം നിർത്തുന്നത്. പക്ഷേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം, കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. MS വീണ, ജനം, തിരുവനന്തപുരം.